നമസ്കാരം. ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീമാരെ പിടിച്ചുവെച്ചതുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ഒറ്റക്കെട്ടായിട്ടുള്ള ആ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായി ഛത്തീസ്ഗഡിൽ നിന്നും ആ കന്യാസ്ത്രീമാരെ ഇവിടെ കേരളത്തിലേക്ക് എത്തിക്കുന്ന കാര്യത്തിലും കേരളീയ മനസ്സ് ഒറ്റക്കെട്ടായിട്ട് തന്നെ നിന്നതായിരുന്നു. എന്നാൽ ക്രിസ്തീയ സഭകളിൽ തന്നെ ഉള്ള പുരോഹിതന്മാർ ആ സമയത്ത് ഒറ്റക്കെട്ടായി നിന്നെങ്കിലും ഈ ക്രിസ്തീയ സഭകളിൽ പല അഭിപ്രായങ്ങളും പല നിർദ്ദേശങ്ങളും ഒക്കെ വന്നായിരുന്നു. കന്യാസ്ത്രീമാരെ പിടിച്ചു വെച്ചത് ബജ്രംഗ് ദൾ പ്രവർത്തകരാണെന്നും അതിനെല്ലാം സപ്പോർട്ട് കൊടുക്കുന്നത് BJP ഗവൺമെന്റ് ആണെന്നുമുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്. ഇതിനെല്ലാം തള്ളിപ്പറയുന്നതിന് പകരം ഈ കന്യാസ്ത്രീമാരെ തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം വീണ്ടും അവർക്ക് സപ്പോർട്ടുമായി ഇറങ്ങിയിരിക്കുകയാണ് ഫാദർ പ്ലാമ്പാനി എന്ന് പറയുന്ന വ്യക്തി ഒരു സമയത്ത് ഒരു അഭിപ്രായം പറയുകയും പിന്നീട് അറിയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് പലപ്പോഴും കാണാൻ സാധിക്കുന്നത്. എന്താണെന്ന് അഭിപ്രായം പറയുന്നതെന്ന് പുള്ളിക്ക് തന്നെ അറിയാൻ മേലാത്തൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോ ഈ കന്യാസ്ത്രീമാരെ കേരളത്തിൽ കൊണ്ടുവന്നതിന് ശേഷം പ്ലാമ്പാനി അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് BJPക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന്. ഇവിടുത്തെ യഥാർത്ഥ ശത്രുക്കൾ കമ്മ്യൂണിസ്റ്റുകാരാണെന്നും കോൺഗ്രസ്സുകാരാണെന്നും ഒക്കെ പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് പ്ലാമ്പാനി രേഖപ്പെടുത്തുന്നത്. അതിൽ നേരത്തെ വന്ന ഒരു അഭിപ്രായം എന്ന് പറയുന്നത് BJPക്ക് വോട്ട് ചെയ്യണം, അതായത് കർഷകർക്ക് ഗുണം കിട്ടണമെങ്കിൽ BJPക്ക് വോട്ട് ചെയ്യണമെന്നായിരുന്നു പാർലമെന്റ് ഇലക്ഷൻ സമയത്ത് പറഞ്ഞിരുന്നത്. അതിനുശേഷം ഇപ്പോ കന്യാസ്ത്രീമാരെ പിടിച്ചിട്ട് പോയ സമയത്ത് പറയുന്നത് BJPക്ക് വോട്ട് ചെയ്തത് ഏറ്റവും വലിയ തെറ്റായി പോയി എന്ന് പറഞ്ഞിരുന്നു. അപ്പോ സഭയ്ക്കകത്ത് തന്നെ ഈ പറയുന്ന പ്ലാമ്പാനിക്ക് പിന്തുണയുമായി അഭിപ്രായം പറഞ്ഞപ്പോൾ വന്നായിരുന്നു. അതിനുശേഷം ഇപ്പൊ മാറ്റി വീണ്ടും പറഞ്ഞിരിക്കുകയാണ്. ഈ പ്ലാമ്പാനി എന്ന് പറയുന്ന വ്യക്തി അവസരത്തിനൊത്ത് അഭിപ്രായം പറയുന്ന ഒരു വ്യക്തിയായി മാറിയിരിക്കുകയാണ്. എന്തായാലും ഈ അവസരത്തിനൊത്ത് അഭിപ്രായം പറയുന്ന പ്ലാമ്പാനിക്ക് ഇന്ന് കിട്ടേണ്ടത് കിട്ടി. എന്താണെന്നല്ലേ, നമുക്ക് വീഡിയോ സഹിതം അത് പരിശോധിക്കാം. സഭാ നേതൃത്വത്തിൽ തന്നെയുള്ള ആൾക്കാർ അദ്ദേഹത്തെ ഗോ ബാക്ക് വിളിച്ചുകൊണ്ട് ഈ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തെ സഭയിൽ നിന്നും പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എന്തായാലും ആ വീഡിയോ നമുക്കൊന്ന് കാണാം. സഭയ്ക്ക് അകത്തുള്ളവർക്ക് തന്നെ ഈ പ്ലാമ്പാനിയെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. കാര്യം തരാതരം പോലെ അഭിപ്രായങ്ങൾ പറയുകയും BJPക്ക് അനുകൂലമായി സംസാരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറിയിരിക്കുകയാണ് പ്ലാമ്പാനി. കാര്യം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്ന കാര്യത്തിൽ BJP സർക്കാർ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിലാണ് BJPക്ക് അനുകൂലമായും പ്രതികൂലമായി ആദ്യം സംസാരിച്ചു എന്ന് ജനങ്ങളെ തോന്നിപ്പിക്കുന്ന രീതിയിൽ വരുമ്പോൾ വീണ്ടും അവരെ BJPയെ പിന്തുണച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു നിലയിലേക്ക് പ്ലാമ്പാനി എത്തുകയാണ്. ഇത് സഭയിലെ ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും ആ
ഫാദറിനെതിരെ തിരിയുന്ന ഒരു കാഴ്ചയുമാണ് നമ്മൾ ഇപ്പോൾ വീഡിയോയിലൂടെ കണ്ടത്. എന്തായാലും പ്ലാമ്പാനി ഇനി സഭാ നേതൃത്വത്തിന്റെ നേതൃത്വത്തിൽ ഇരിക്കാൻ യോഗ്യതയില്ല എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാവുകയാണ്.